ഈരാറ്റുപേട്ടയിലെ ഈദ്ഗാഹിൽ പങ്കെടുത്തുകൊണ്ട് പൂഞ്ഞാർ നബിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഒരു വോട്ടഭ്യർത്ഥന കൂടി ഉണ്ട് എന്നുള്ളതിനാണ്. എന്തായാലും ഒരു ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥന കൂടി ഈദ്ഗാഹിൽ പങ്കെടുക്കുക എന്നതും കൂടിയല്ലേ? ഈദ്ഗാഹിൽ പങ്കെടുത്തതോടൊപ്പം വോട്ടഭ്യർത്ഥിക്കാനും കൂടി കഴിഞ്ഞു. എന്നിട്ട് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈദ്ഗാഹിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. പക്ഷേ വ്യക്തിപരമായി ആളുകളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ വലിയൊരു പിന്തുണ ഈരാറ്റുപേട്ടയിലായാലും ശരി പൂഞ്ഞാറിലെ ജനങ്ങൾ തന്നതുകൊണ്ടാണ് അത്ര വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞത്. കാരണം ഇത് UDF അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ LDF വിജയിച്ച് വരുന്നു എന്നാണ്. അപ്പോൾ ഇത്തവണ അതുണ്ടാവുന്നതന്നെയല്ലേ പ്രതീക്ഷ? തീർച്ചയായിട്ടും തികഞ്ഞ വിജയപ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വലിയ അളവിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പൂഞ്ഞാറിൽ പൊതുവിലുള്ള സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വളരെ അനുകൂലമാണ്. വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും മികച്ച വിജയമുണ്ടാവും. എതിർ സ്ഥാനാർത്ഥി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്. ഈ ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നിട്ടുണ്ടെന്നല്ലേ, എങ്ങനെ വിലയിരുത്തുന്നു അവരെ? അതായത് മുമ്പ് മത്സരിച്ച ആൾ എന്ന് പറയുമ്പോൾ ഒരു ജനവിരുദ്ധ സമീപനം കൊണ്ടും വർഗീയ നിലപാടുകൾ കൊണ്ടും ജനങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട ആളാണ്. ആ സാഹചര്യം ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുകയും അദ്ദേഹം കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പുതുതായി വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു തികച്ചും പുതുമുഖമാണ്. അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ പുറത്തുനിന്ന് തന്നെയുള്ള ആളാണ്. അതേപോലെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ പല മേഖലകളിലും അദ്ദേഹം തികച്ചും അപരിചിതനാണ്. അതിലുപരി കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി കാണിക്കുന്ന വലിയ ജനങ്ങളെ ആകെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള കുതിരക്കച്ചവടങ്ങളും ഗ്രൂപ്പുകളെയും ഒക്കെ ജനങ്ങളിൽ വലിയ മടുപ്പുളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പോലും അതായത് ഇനി 2 ദിവസം മാത്രമാണ് നോമിനേഷൻ സമർപ്പിക്കാൻ അവശേഷിക്കുന്നത്. ആ സമയത്ത് പോലും അവർക്ക് ആരാണ് അവരുടെ സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥിതി. എല്ലാവരും സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന അധികാരമോഹികളുടെ ഒരു കൂടാരമായി കോൺഗ്രസ് UDF മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ അവർ ഒരു അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിലയിലും യോഗ്യരല്ല എന്ന് ജനം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ UDF സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു. അതായത് അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം ഉയർത്തുന്നു. അതിന് കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ആളുകൾ തന്നെയാണ് ഫേസ്ബുക്കിലടക്കം അത്തരം ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചു. അതിനെ സാധൂകരിക്കുന്നതും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതുമായ സാഹചര്യങ്ങളാണ് ഇവിടെ എമ്പാടും ഉള്ളത്. ആ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം വന്നിരുന്നു. അതുപോലെ തന്നെ പേയ്മെന്റ് സീറ്റാണ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പം തന്നെ പ്രചരണത്തിൽ ആളുകൾ പറയുന്നത് അദ്ദേഹം വലിയ സമ്പന്നനാണ്, പണം മുടക്കി തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നും മറ്റുമാണ്. അതായത് പൂഞ്ഞാറിലെയും ഈരാറ്റുപേട്ടയിലെയും ജനങ്ങളെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ എന്നൊരു പരീക്ഷണവുമായി ആരെങ്കിലും കടന്നു വന്നാൽ അതിനെ ഏറ്റവും പുച്ഛത്തോടെ കാണുന്ന ആത്മാഭിമാനമുള്ള ഒരു ജനതയാണ് പൂഞ്ഞാറിലുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അറിയാം. എന്നാലും എന്താണ് നമ്മുടെ ഒരു ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയും? എന്താണ് നമ്മുടെ ഇത്തവണത്തെ പ്രതീക്ഷ? കഴിഞ്ഞ തവണത്തേതിലും വർദ്ധിച്ച ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവും. ഉറപ്പായും ജനങ്ങൾ കൂടെയുണ്ട്. 5 വർഷവും 24x7 എന്ന നിലയിൽ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു കാലത്തും ഉണ്ടാവാത്തത്ര വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലെ ഓരോ കുടുംബവുമായും അവരുടെ ആവശ്യങ്ങളിൽ ഇടപഴകി ആണ് 5 കൊല്ലക്കാലം മുന്നോട്ട് പോയത്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഏതായാലും കേരള കോൺഗ്രസിന്റെ MLA സിറ്റി MLA മത്സരിക്കണമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ പ്രചാരണങ്ങളിലേക്ക് കടക്കാനും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസം ഈ പ്രചാരണങ്ങളിലെ മുൻതൂക്കം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മുന്നോട്ട് പോവുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കൽത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.